കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണത്തിന്റെ ഒരു നയ പൈസ പോലും കേന്ദ്രം കൊടുക്കാൻ ബാക്കിയില്ല എന്ന് കൃഷി വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ഈ കള്ളം പൊളിഞ്ഞു. കേന്ദ്രം സമ്മതിച്ചു കേരളത്തിന് നെല്ലിന്റെ താങ്ങുവിലയിൽ കുടിശ്ശിക നൽകാനുണ്ട്. 852 കോടി രൂപ കഴിഞ്ഞ ദിവസം കേന്ദ്രം അനുവദിച്ചു. സർക്കാർ കണക്ക് പ്രകാരം 1608.54 കോടി രൂപയാണ് ആകെ ഭക്ഷ്യവകുപ്പിന് ലഭിക്കേണ്ടത്. ഇതിൽ കഴിഞ്ഞ ദിവസം ലഭിച്ചത് 852.29 കോടി രൂപ. ഇത് കുറച്ച് 756 കോടി രൂപ ഇനിയും ഭക്ഷ്യവകുപ്പിന് കിട്ടാനുണ്ട്. 2019 മുതൽ 2023 വരെയുള്ള കണക്കാണ് ഇത്. 2023-24 വർഷത്തെ കണക്ക് ഇതുവരെ പൂർത്തിയായിട്ടില്ല. അതുകൂടി വരുമ്പോൾ ലഭിക്കാനുള്ള തുക ഇനിയും ഉയരും. കേന്ദ്രം കണക്ക് നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് കേരളം പറയുമ്പോഴെല്ലാം 1 രൂപ പോലും കൊടുക്കാനില്ല എന്നായിരുന്നു ഇതുവരെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത്. കേന്ദ്ര ഭക്ഷ്യമന്ത്രിയും അത് ഏറ്റുപിടിച്ച് സംസ്ഥാനത്തു നിന്നുള്ള കേന്ദ്രമന്ത്രി വി മുരളീധരനും ഇതേ കള്ളം നിരന്തരം പറഞ്ഞു. നീണ്ട തർക്കത്തിനും കത്തിടപാടുകൾക്കും ഒടുവിലാണ് കേന്ദ്രം തിരുത്താൻ തയ്യാറായത്. കഴിഞ്ഞ 12-ന് ഡൽഹിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം നടന്നിരുന്നു. ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ സാങ്കേതിക സംവിധാനത്തിലെ പിഴവ് മൂലമാണ് തുക തടയേണ്ടി വന്നതെന്ന് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സമ്മതിച്ചു. അതായത് താങ്ങുവില ലഭിക്കാനുള്ള കേന്ദ്ര നിബന്ധനകളിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുത്തി. പക്ഷേ സോഫ്റ്റ്വെയറിൽ മാറ്റം കൃത്യമായി വരുത്താത്തതിനാൽ കേന്ദ്ര സർക്കാരിന് കീഴിലെ സാങ്കേതിക സംവിധാനമായ മാപ്പർ റിപ്പോർട്ടിൽ പിഴവ് വന്നു. ഇതാണ് സാങ്കേതിക പിഴവായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചത്. പണം നൽകാനില്ലെന്ന കേന്ദ്രവാദം ഏറ്റുപിടിച്ച് കോൺഗ്രസും സംസ്ഥാന സർക്കാരിനെയും ഭക്ഷ്യമന്ത്രിയെയും വിമർശിച്ചിരുന്നു. കേന്ദ്രം തെറ്റ് സമ്മതിച്ച സാഹചര്യത്തിൽ ഭക്ഷ്യവകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ പ്രതിപക്ഷ നിലപാട് മാറ്റുമോ എന്ന ചോദ്യവും ഈ സമയത്ത് പ്രസക്തമാണ്.